ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡാറ്റ ടൈപ്സ് ഒക്കെ പഠിച്ചു. അതുപോലെ വേരിയബിൾ എന്താണ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ഒരു പർട്ടിക്കുലർ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ വേരിയബിൾ എന്ത് എന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സിസ്റ്റത്തിൽ മെമ്മറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ഇങ്ങനെ കിടക്കുവാണ്. അതിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന് നമ്മളൊരു നെയിം കൊടുക്കുന്നു. അതാണ് എന്ത് വേരിയബിൾ. ഓക്കെ, ഇപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു നെയിം ഞാനൊരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ആ മെമ്മറി സ്പേസ് ഇനി ആർക്കായിരിക്കും? ആ പർട്ടിക്കുലർ വേരിയബിളിന് ആയിരിക്കും. വേരിയബിൾ ഡിക്ലറേഷൻ നമുക്കറിയാം എങ്ങനെ, ഇൻറ്റ് എ അല്ലെങ്കിൽ ഇൻറ്റ് റോൾ നമ്പർ, അങ്ങനെ ഡാറ്റ ടൈപ്പ്, ദെൻ വേരിയബിളിൻ്റെ നെയിം, ദെൻ സെമിക്കോളൻ, അങ്ങനെയാണ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻറ്റാക്സ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ടെക്സ്റ്റിൽ എക്സാമ്പിൾ കാണാം. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് വേണം ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റ് എക്സ് കോമ വൈ കോമ ഇസഡ്, അത് 3 വേരിയബിൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്, എൻഡിങ് വിത്ത് സെമിക്കോളൻ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ ഈ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഡിക്ലെയർ ചെയ്യുമ്പോഴല്ല, പകരം ആ വേരിയബിളിനെ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ആ മെമ്മറി ലൊക്കേഷൻസ് ഫുള്ളായിട്ട് അലോക്കേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 50 സെമിക്കോളൻ. അപ്പോൾ എക്സിലേക്ക് എന്ത് വാല്യൂ അസൈൻ ചെയ്തു? 50 എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്, ലോക്കൽ വേരിയബിൾസും ഗ്ലോബൽ വേരിയബിൾസും. ആ വേർഡിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഞാൻ ജനറലായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ലോക്കൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇലക്ഷൻ്റെ ഒക്കെ ടൈമുമാണല്ലോ, പഞ്ചായത്തിൽ ഇലക്ഷന് നിൽക്കുന്ന ഒരു മെമ്പർ. ഓക്കെ, പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വാർഡിൽ മാത്രം സുപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും ആ പഞ്ചായത്ത് മെമ്പർ, അല്ലേ? അപ്പോൾ ലോക്കലി അദ്ദേഹത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ട്, ആൾക്കാർക്കെല്ലാം അറിയാം. ലോക്കലിയാണ് അദ്ദേഹത്തിൻ്റെ റോള്, അല്ലേ? കൂടുതലും റോൾ അദ്ദേഹം എവിടെയാണ്? ലോക്കലിയാണ് വഹിക്കുന്നത്. ഇനി നമ്മുടെ രാഷ്ട്രപതി എടുക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അതുപോലെ ഇന്ത്യയിൽ ഫുള്ള് ആക്സസ് ഉള്ള ആളാണ് ആര്? രാഷ്ട്രപതിയുടെ എക്സാമ്പിൾ എടുത്താൽ, അല്ലേ? കമ്പയർ ടു എ പഞ്ചായത്ത് മെമ്പർ. അപ്പം ഗ്ലോബലി അറിയപ്പെടുന്ന വേരിയബിൾസും ഉണ്ട്, ലോക്കലി റോളുള്ള വേരിയബിൾസും ഉണ്ട്. അപ്പം എന്തായിരിക്കും ഡിഫറൻസ്? ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ, ആ ഫങ്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന് ആ ഫങ്ഷനുള്ളിൽ മാത്രമേ ആക്സസ് ഉള്ളൂ, അതിൽ മാത്രമേ ആ വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോബലി എന്ന് പറഞ്ഞാലോ, ആ പ്രോഗ്രാമിൽ, ആ സിസ്റ്റത്തിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ ഫുൾ എവിടെ വേണമെങ്കിലും അതിനെ റെഫർ ചെയ്യാം. ഒരു എക്സാമ്പിൾ കാണുമ്പം നിങ്ങൾക്കിത് ക്ലിയർ ആകും. ഇത്രയും മനസ്സിലാക്കുക. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഉള്ളിലായിരിക്കും ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ആ ഫങ്ഷനിൽ മാത്രമേ ആ വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷനിലും അല്ല, ഏറ്റവും ടോപ്പിലായിട്ട്, ഏറ്റവും ഔട്ടറിലായിട്ടായിരിക്കും ഗ്ലോബൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക. അതിനെ ആ പ്രോഗ്രാമിലെ ഏത് ഫങ്ഷന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒരു സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വരാം. ഓക്കെ, അപ്പോൾ ചില വേരിയബിൾസ് ഒരു പർട്ടിക്കുലർ ഫങ്ഷനിൽ മാത്രം യൂസ് ചെയ്യേണ്ടതായ കാര്യമേ വരത്തുള്ളൂ. ചിലത് അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ ഫങ്ഷനിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫങ്ഷനിൽ യൂസ് ചെയ്യേണ്ടി വരുമെങ്കിൽ ആ വേരിയബിളിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ഈ എക്സാമ്പിളിൽ മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, അതുപോലെ ഒരു പുതിയ ഫങ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാം, ടെസ്റ്റ്, TEST, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൂടി. നിങ്ങൾ ഇത്രയും ദിവസം കണ്ട പ്രോഗ്രാംസിലൊക്കെ ഇൻറ്റ് മെയിൻ അല്ലെങ്കിൽ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ആ ഫങ്ഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനൊരു സ്റ്റാർട്ടിങ് പാരന്തസിസും കാണും, ക്ലോസിങ് പാരന്തസിസും കാണും.
അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു മെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് പാരന്തസിസ് വെച്ച് തുടങ്ങി, ദെൻ ഇൻറ്റു എം ഈക്വൽ ടു 22, n ഈക്വൽ ടു 44 വാല്യൂ അസൈൻ ചെയ്തു വേരിയബിളിന്. ഇത് എന്താണ്? ലോക്കൽ വേരിയബിൾസ് ഓഫ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എന്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇൻറ്റു എമ്മും എന്നും. ഓക്കെ, ദെൻ പ്രിൻ്റ് എഫ് എന്താ ചെയ്തിരിക്കുന്നത്? എന്നിൻ്റെ വാല്യൂവും ഡിസ്പ്ലേ ചെയ്യിച്ചു, എമ്മിൻ്റെ വാല്യൂവും ഡിസ്പ്ലേ ചെയ്യിച്ചു. വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? എം ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, എൻ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, ദെൻ എം എൻ കോമ വെച്ച് നമ്മൾ എമ്മും എന്നും കൊടുത്തു. അപ്പോൾ പെർസെൻറ്റേജ് ഡി എന്ന് വരാൻ കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ഇൻറ്റീജർ ആയതുകൊണ്ടാണ് പെർസെൻറ്റേജ് ഡി വന്നത്. ഡാറ്റ ടൈപ്പിനകത്ത് പഠിച്ചതാണ് ഓരോന്നും. പെർസെൻറ്റേജ് സി എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം മെയിൻ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി സെമി കോളൻ ഇട്ടു. അതാണ് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ഇനി ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. മറ്റൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് എ ഈക്വൽ ടു 50, ബി ഈക്വൽ ടു 80. എയും ബിയും എന്താണ്? ലോക്കൽ വേരിയബിൾ ഓഫ് ടെസ്റ്റ് ഫംഗ്ഷൻ. ടെസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തുകൊണ്ട് എന്താണ്? എയും ബിയും ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പ്രിൻ്റ് എഫ് എ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, എ ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എമ്മും എന്നും ആക്സസ് ചെയ്യാം, ടെസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എയും ബിയും ആക്സസ് ചെയ്യാം. അതിനു പകരം മെയിൻ ഫംഗ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് എയും ബിയും ഡിസ്പ്ലേ ചെയ്യാൻ നോക്കണം. അപ്പോൾ എന്ത് പറയും? അങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നൊരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ടെസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് എമ്മും എന്നും പ്രിൻ്റ് ചെയ്ത് നോക്കണം, മെയിൻ ഫംഗ്ഷനകത്ത് എയും ബിയും പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എറർ കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോക്കൽ വേരിയബിളിനെ ആ ഫംഗ്ഷൻ്റെ വെളിയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. ഓക്കെ, അടുത്തത് ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്കോപ്പ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സെയിം എം, എൻ, എ, ബി സെയിം വേരിയബിൾസ് ആണ്. പക്ഷെ അവരിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കി. ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. ഇൻറ്റ് മെയിനും മുൻപ് വോയിഡ് ടെക്സ്റ്റിനും മുമ്പ്. ഈ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റ് എം ഈക്വൽ ടു 22, എൻ ഈക്വൽ ടു 44, ഇൻറ്റ് എ ഈക്വൽ ടു 50, ബി ഈക്വൽ ടു 80 എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എം, എൻ, എ, ബി നാലും എന്ത് വേരിയബിളായി? ഗ്ലോബൽ വേരിയബിളായി. ഔട്ട്സൈഡ് ദ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ പാരന്തസിസിന് ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ് ലോക്കൽ വേരിയബിൾ. ഇത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇൻറ്റു മെയിൻ വോയിഡ് ടെസ്റ്റ്, അത് താഴെയാണ്. ഏറ്റവും മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇനി ആ വേരിയബിൾസിനെ നമുക്ക് മെയിനകത്തും ആക്സസ് ചെയ്യാം, ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തും ആക്സസ് ചെയ്യാം. ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതിന് പറയുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ ലോക്കൽ വേരിയബിളിൻ്റെ പ്രോഗ്രാമിലാണെങ്കിലും ഗ്ലോബൽ വേരിയബിളിൻ്റെ പ്രോഗ്രാമിലാണെങ്കിലും നിങ്ങൾ വോയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ആദ്യം ഒരു സെമിക്കോളൻ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടു ഇല്ലേ? അത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ആണ്. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. ആ കാര്യം എന്താണെന്നുള്ളത് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് നമ്മൾ കുറേ വേരിയബിൾസും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ലാസ്റ്റ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഞാനത് പഠിപ്പിക്കാം. ഇപ്പോൾ അത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് കമ്പൈലറിന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് അതേപടി അവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. അതുകൊണ്ട് വോയിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കമ്പൈലറിനുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അത് സെമിക്കോളൻ ഇട്ട് അവിടെ എൻഡ് ചെയ്യുക. ദെൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് താഴെയാണ്, വോയിഡ് ടെസ്റ്റ് ഫംഗ്ഷൻ. ദെൻ പാരന്തസിസ് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ കമാൻഡ് എഴുതി കൊടുത്തു. അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, അതുപോലെ മെയിൻ ഫംഗ്ഷനകത്താണ് എപ്പോഴും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എപ്പോഴും എടുക്കുന്നത് ഇൻറ്റു മെയിനിൻ്റെ ഉള്ളിൽ പാരന്തസിസിൽ കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ മെയിനിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം?
പെർഫോം ചെയ്യണം. അതിനുവേണ്ടിയാണ് മെയിൻ്റെ ഉള്ളിൽ തന്നെ ടെസ്റ്റ് ഫങ്ഷൻ സെമിക്കോളൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ഫങ്ഷനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തോളും, കമ്പ്യൂട്ടർ ആ ടെസ്റ്റ് എന്ന് പറയുന്ന ഫങ്ഷനിൽ എഴുതിയിരിക്കുന്ന കാര്യം കൂടെ എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ ഫങ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നീടേ പഠിക്കത്തുള്ളൂ. പക്ഷേ ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ദ സിംബൽസ് വിച്ച് ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇൻ എ സി പ്രോഗ്രാം. നമ്മുടെ സി പ്രോഗ്രാമിൽ നമുക്ക് ചിലപ്പം ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചില ലോജിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം ഇതിൽ നമ്മൾ എക്സ്പ്രഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ എക്സ്പ്രഷൻസിൻ്റെ ഉള്ളിൽ വേരിയബിൾസിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യും, ഓപ്പറേറ്റേഴ്സും കൂടെ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം. മാത്സിലാണെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ് അഡീഷൻ അല്ലേ. അപ്പോൾ മാത്സിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യണമെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ട്. 2 + 3 എന്ന് കണ്ടാൽ നമുക്കറിയാം 2ഉം 3യും തമ്മിൽ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാനെന്ന്. അതുപോലെ നമുക്ക് പല ഓപ്പറേറ്റേഴ്സ്, അപ്പം പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ഓപ്പറേറ്റർ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, മാത്സിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് സി പ്രോഗ്രാമിങ്ങിലും ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ, കണ്ടീഷണൽ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, സ്പെഷ്യൽ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓരോന്നും എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ പേരൊന്ന് പറഞ്ഞു, ഓരോന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസൈൻമെൻറ്റ്, നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതുക. ആ പ്രോഗ്രാമിൽ ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും 2 വേരിയബിളും ആ ഒരു സിംഗിൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് രണ്ടും അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതാണ് അസൈൻമെൻറ്റ്. ഓക്കെ, താങ്ക് യു.